മൂന്നാറിൽ പരിക്കേറ്റ ഒറ്റക്കൊമ്പൻ കാട്ടാനയ്ക്ക് ചികിത്സ നൽകണമെന്ന ആവശ്യവുമായി ഹൈക്കോടതിയിൽ പരാതി. മൃഗസ്നേഹികളുടെ സംഘടനയാണ് കോടതിയെ സമീപിച്ചത്. ആനയെ ഇന്ന് വെറ്ററിനറി അസിസ്റ്റന്റ് സർജന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിക്കും. സുബിൻ തോമസ് ചേരുന്നവരുമായി. സുബിൻ, എന്താണ് ഈ കാട്ടാനയ്ക്ക് ചികിത്സ നൽകണമെന്ന ആവശ്യം ഈ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്? അതെങ്ങനെയാണ് അവർ വ്യക്തമാക്കുന്നത്? എങ്ങനെയാണ് ഈ ആനയെ പരിശോധിക്കുക? സുബിൻ, കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഈ മൂന്നാറിൽ ഒറ്റക്കൊമ്പൻ കാട്ടാനയ്ക്ക് പരിക്കേറ്റിരുന്നു. ആ കാട്ടാനയ്ക്ക് ചികിത്സ നൽകണമെന്ന ആവശ്യം ഇപ്പോൾ കോടതിയിൽ പരാതിയായി വന്നിരിക്കുകയാണ്. മൃഗസ്നേഹികളുടെ സംഘടന, അപ്പോൾ എവിടെയുള്ളൊരു സംഘടനയാണ് ഇങ്ങനെ കോടതിയെ സമീപിച്ചത്. അതേസമയം തന്നെ ഈ ആനയെ സംബന്ധിച്ച് ആനയെ എങ്ങനെയാണ് ചികിത്സിക്കാൻ കഴിയുക എന്ന ആശങ്ക ഉണ്ടായിരുന്നു. വെറ്ററിനറി അസിസ്റ്റന്റ് സർജന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിക്കുമെന്ന് അറിയുന്നു. അതെങ്ങനെയാകും? വിവരങ്ങൾ എന്താണ്? നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഈ മൂന്നാറിലെ ഒറ്റക്കൊമ്പൻ കാട്ടാനയെ സംബന്ധിച്ച് ഈ കാട്ടാനയുടെ ആരോഗ്യനില വഷളാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടത് എന്നുള്ളത്. ഈ പ്രധാനമായും ഈ മൂന്നാറിലെ കല്ലാർ മാലിന്യ പ്ലാന്റിൽ വെച്ച് പടയപ്പയുമായുള്ള സംഘടനത്തിലാണ് ഈ ഒറ്റക്കൊമ്പൻ കാട്ടാനയ്ക്ക് ഈ കാലിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നത്. 3 ആഴ്ച മുമ്പാണ് ഈ ഒരു സംഘടന നടക്കുന്നതും ഈ പരിക്കേൽക്കുന്നതും. ഇതിനുശേഷം വനംവകുപ്പ് ആനയെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മൾ അവിടെ എത്തിയപ്പോൾ കാണുന്നത് ഈ ആനയുടെ കാലിലെ നീര് അത് വർദ്ധിക്കുകയും ആനയ്ക്ക് നടക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥ ഉടലെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതിന് പിന്നാലെയാണ് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആനയ്ക്ക് ചികിത്സ നൽകണമെന്ന് ആവശ്യപ്പെട്ട് മൃഗസ്നേഹികൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. വാക്കിംഗ് ഫൗണ്ടേഷൻ ഫോർ ആനിമൽ അഡ്വൈസറി എന്ന ഒരു സംഘടനയാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു ആനയെ ചികിത്സിക്കണമെന്നൊരു ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. അതേസമയം ഇന്ന് ഈ വെറ്ററിനറി അസിസ്റ്റന്റ് സർജന്റെ നേതൃത്വത്തിൽ സംഘം ആനയെ പരിശോധിക്കും. ഏതെങ്കിലും തരത്തിൽ ഈ മുറിവ് ഗുരുതരമായി ബാധിച്ചിട്ടോ അടക്കമുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ പരിശോധിക്കും. ഈ ആനയുടെ വലത് കാലിന് മുകളിൽ നല്ല ആഴത്തിലുള്ള മുറിവുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ആനയ്ക്ക് കാലിന് നല്ല നീരുണ്ട്. ഇത് പൂർണ്ണമായും ഈ മുറിവ് പഴുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കാട്ടാനയോടൊപ്പം, ഈ ഒറ്റക്കൊമ്പൻ കാട്ടാനയോടൊപ്പം തന്നെ മറ്റൊരു ഒറ്റക്കൊമ്പൻ കാട്ടാനയും ഈ തുടരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ആനയെ മയക്കുവീട് വെച്ച് ഏതെങ്കിലും തരത്തിൽ ചികിത്സ ഉറപ്പാക്കണമെന്നുണ്ടെങ്കിൽ പോലും അത് ദുഷ്കരമാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ മറ്റൊരു കാട്ടാന കൂടി കാട്ടാനയോട് ചേർന്നുള്ളത് കൊണ്ട് നിലവിൽ ഇപ്പോൾ അതിന്റെ സാധ്യതകളെല്ലാം ആദ്യഘട്ടത്തിൽ പരിശോധിക്കുക എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന വിശദീകരണം. നിലവിൽ ഇപ്പോൾ നമ്മൾ വാർത്ത നൽകിയതിന് പിന്നാലെ ഈ ഒരു ആനയുടെ നിരീക്ഷണം നിലവിൽ ശക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോഴും ഈ കല്ലാർ മാലിന്യ പ്ലാന്റിന്റെ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് ചുറ്റിത്തിരിയുന്ന ഒരു സാഹചര്യം. കഴിഞ്ഞ 3 ആഴ്ചയായി സമാനമായ സാഹചര്യത്തിലൂടെ ആന മുമ്പോട്ട് നീങ്ങുന്നത്. നടക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ അടിയന്തര ചികിത്സ നൽകണമെന്നൊരു ആവശ്യമാണ് പ്രധാനമായും ഉയരുന്നത്.